ഏതായാലും 2 ദിവസമായിട്ട് വളരെയധികം വൈറലാണ് മോഹൻലാലിൻ്റെ ഒരു പരസ്യചിത്രം. ആ പരസ്യചിത്രത്തിൽ മോഹൻലാൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഡാൻസ് ചെയ്ത് കണ്ണാടിക്ക് മുന്നിൽ തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ തന്നെ ചെയ്തതാണ്. ലാലേട്ടൻ്റെ ആ ഭംഗിയെക്കുറിച്ചും മോഹൻലാൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ജനതയെ ബ്രേക്ക് ഓഫ് ചെയ്യുന്ന രീതിയിലും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് നിങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നൽകുകയും ചെയ്തു. എന്നാൽ ചില പോസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ ഇടയായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൃത്യമായി ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന് നേരെ സൈബർ ബുള്ളിയിങ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയും കൂടി പറയട്ടെ. കാരണം ഒരു ഭാഗത്ത് മോഹൻലാലിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന മോഹൻലാൽ ആരാധകർ മാത്രമല്ലാത്ത ന്യൂട്രൽ സിനിമ ഓഡിയൻസ്, സാധാരണ പ്രേക്ഷകർ, സിനിമയിലെ പ്രവർത്തകർ, ഇവരെല്ലാവരും മോഹൻലാലിൻ്റെ ഈ ഒരു നിലപാടിനെ, ഈ ഒരു ധൈര്യത്തെ, ഈ ഒരു അഭിനയത്തെ, ഈ ഒരു തീരുമാനത്തെ എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ ഒരു ഭാഗത്ത് മോഹൻലാൽ എന്തിനാണ് ഈ കോമാളി വേഷം കൈകാര്യം ചെയ്യുന്നതെന്നും മോഹൻലാൽ എന്തിനാണ് തൻ്റെ സ്റ്റാർഡം മനസ്സിലാകാതെ ഇതുപോലുള്ള പരസ്യങ്ങൾ അഭിനയിക്കുക തുടങ്ങിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഏത് രീതിയിൽ? ആസ്വാദന രീതിയിൽ. ചിലർക്ക് ഈ പരസ്യം ഇഷ്ടപ്പെടാതിരിക്കാം, ചിലർക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെടാതിരിക്കാം, ചിലർക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഇഷ്ടപ്പെടാതിരിക്കാം. അങ്ങനെ എസ്തെറ്റിക്കലായിട്ടുള്ള നിങ്ങളുടെ വിമർശനങ്ങളെ ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ചോദ്യം ചെയ്യുന്നത് മോഹൻലാൽ ഇതുപോലൊരു കോൺസെപ്റ്റുമായി രംഗത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്കല്ല, ഹേറ്റ് ക്യാമ്പയിനെതിരെയാണ്. മോഹൻലാലിനെ വിമർശിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷേ മോഹൻലാലിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുകയാണ് മോഹൻലാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മോഹൻലാലിന് മുമ്പ് ഫഹദ് ഇതുപോലൊരു പരസ്യചിത്രത്തിൽ ഒരു നോസ് റിങ്ങുമായിട്ട് പരസ്യചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ പല താരങ്ങളും ഇതുപോലെ അറിയപ്പെടാത്ത താരങ്ങളൊക്കെ തന്നെ ഇതുപോലെ ആണുങ്ങൾ സാരിയിൽ വരികയും ആഭരണങ്ങൾ അണിയുകയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുൻപും പരസ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മോഹൻലാലിനെ പോലൊരു ബ്രാൻഡ് മലയാളികൾക്ക് ഇത്രയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന നടൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ആ നടൻ ഒരു സ്ട്രോങ് മെസ്സേജുമായിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോഴേക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകൾ വിദ്വേഷ പ്രചരണങ്ങളും വിഷവിത്തുകൾ ചീറ്റുകയും ചെയ്യുന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത് പലതും ഡൈജസ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ഒട്ടനവധി ആളുകളുണ്ട്. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴും പഴയ കാലത്ത് നിൽക്കുകയാണ്. ആ വണ്ടി പിടിച്ച് എത്രയും വേഗം 2025 വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാതെ നിങ്ങൾ ആ പഴയ കാലത്ത് തന്നെ വീണ്ടും വീണ്ടും ചുരുണ്ടുകൂടി കിടക്കേണ്ടി വരും. പുതിയ കാലഘട്ടമാണ്, 2025 കാലങ്ങൾ മാറുന്ന സമയമാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വണ്ടി പിടിക്കേണ്ട സമയം വളരെ മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ താരങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് തന്നെ രംഗത്തെത്തുന്നത്. പലപ്പോഴായി ഉയരുന്നൊരു ചോദ്യമുണ്ട്, സിനിമ പോലൊരു മാസ് മീഡിയം അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്ക് സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ഈ ചോദ്യം എപ്പോഴും വരുന്നത് നെഗറ്റീവ് ആസ്പെക്റ്റിൽ നിന്നാണ്. മാർക്കോ എന്ന ചിത്രം റിലീസ് ചെയ്തത് ഡിസംബർ 20 ജാനുവരി സമയത്തൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ ഈ കൊല്ലം ജാനുവരിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും പഴിചാരിയത് മാർക്കോ എന്ന ചിത്രത്തിന്മേലാണ്. അതായത് ഇന്നത്തെ യുവതലമുറ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ ഈ സിനിമകൾ കണ്ട് ഇൻഫ്ലുവൻസായി മദ്യവും മയക്കുമരുന്നും കൊലപാതകവും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടമായി മാറിയിട്ടുണ്ട് എന്നുള്ള വിമർശനമാണ് സിനിമയ്ക്ക് നേരെ പലപ്പോഴായി ഉയരുന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലുള്ള സിനിമാ നടന്മാരെയും താരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് വളരെ കുറവാണ്. ആ വിടവ് നമുക്കൊന്ന് മാറ്റണ്ടേ. മോഹൻലാലിനെ പോലൊരു താരം ഇതുപോലൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് പ്രൈം ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും മോഹൻലാലിനെ പിന്തുണയ്ക്കുന്നവർ സ്വാഭാവികമായും ഇത് അനുകൂലിക്കുന്ന രീതിയിലേക്ക് മാറും. മോഹൻലാലിൻ്റെ അഭിനയത്തെ സംസാരിക്കുന്ന രീതിയിലേക്ക് മാറും. ഈ ഒരു കോൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അത് ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം സൊസൈറ്റിയും ഉണ്ടാകും. നാളെ ഒരാണ് ഇതുപോലെ ആഭരണം ധരിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ചിലപ്പോൾ ചിരിക്കാൻ തോന്നാത്ത രീതിയിലേക്ക് വരെ ഈ ഒരു സൊസൈറ്റി സെറ്റപ്പ് ചെയ്തേക്കുന്ന മോഹൻലാലിൻ്റെ ഈ പരസ്യത്തെ കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ മോഹൻലാൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളിനെ നാളെ പിന്തുണയ്ക്കുമ്പോഴേക്കും ഈ നിൽക്കുന്ന ആളുകൾ, നേരത്തെ ചിരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ഇന്നത് ചിരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് മോഹൻലാൽ എന്ന നടനും ഈ പരസ്യവും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ സൂചിപ്പിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഹേറ്റ് ക്യാമ്പയിനും വിദ്വേഷങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യന് നേരെയും ഈ കോൺസെപ്റ്റിന് നേരെയും ചീറ്റുന്നത്? അത്യാവശ്യമായി വരേണ്ട മാറ്റങ്ങൾ വരിക തന്നെ ചെയ്യും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടാവുകയും ചെയ്യും.
അങ്ങനെയാണ് പണ്ട് മുതലുള്ള കാലത്തെ സമര രീതികളിൽ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് പല പല കാര്യങ്ങളും മാറി വന്നിട്ടുള്ളത്. ഇനിയും സമൂഹം മാറേണ്ടതുണ്ട്. അത് മാറ്റാനായി ഇനിയും ആളുകളുണ്ടാകും, ഇനിയും താരങ്ങളുണ്ടാകും, അത് ഏറ്റെടുക്കാനായി ഒരു സമൂഹവും ഉണ്ടാകും.